എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ നീല ശംഖുപുഷ്പം പൂക്കളുമായിട്ടാണ്. നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പൂവാണ് നീല ശംഖുപുഷ്പം. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല എന്ന് വേണം വിചാരിക്കാൻ. ചുമ, ജലദോഷം, ആസ്മ ഇവയിൽ നിന്നെല്ലാം ആശ്വാസമേകാൻ ഈ പൂവിന് കഴിയൂട്ടോ. ഉത്കണ്ഠയും വിഷാദവും സമ്മർദ്ദവും ഒക്കെ അകറ്റാൻ സാധിക്കുന്ന ഒരു പൂവാണിത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് അത്യുത്തമമാണ്. ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഒരു പരിധിവരെ നീല ശംഖുപുഷ്പത്തിന് കഴിയൂട്ടോ. ഈ പൂവിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കൂട്ടോ. അങ്ങനെ ഇതാ ക്ലീൻ ചെയ്തെടുത്ത പൂക്കൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോണത് നല്ല തിളപ്പിച്ച വെള്ളം. ആ വെള്ളത്തിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത നീല ശംഖുപുഷ്പം പൂക്കൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് ജസ്റ്റ് ഒന്ന് ഒരു ഫോർക്ക് വെച്ചൊന്ന് താത്ത് വെച്ചാൽ, കാരണം അതിൻ്റെ മുകളിലല്ലേ കിടക്കണേ എന്ന് വെച്ചാൽ താത്ത് മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് മിക്സ് ചെയ്ത് താത്ത് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒന്നും ചെയ്യണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ പൂക്കളിലെ നീല നിറമൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് കണ്ടില്ല, ആ പൂക്കളൊക്കെ വാടി ഒരുമാതിരി അലിഞ്ഞ് ആ ഒരു പരുവായിട്ടുണ്ട്. 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും അതിൻ്റെ ഫുൾ കളറും ആ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങളും ആ വെള്ളത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുഞ്ഞ് കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ വെള്ളം ഒന്ന് അരിച്ചൊഴിക്കുകയാണ്. കാരണം അതിനകത്തിൽ പൊടിയോ ഓറുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീഴണ്ടെന്ന് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒഴിക്കാം കേട്ടോ. അങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അടുത്തതായിട്ട് നീല ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ബസുമതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ബസുമതി റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളമാണ് ഞാൻ നേരത്തെ ബോയിൽഡ് ചെയ്ത് എടുത്തിരുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 ഒരു വിസിലായപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. 1 വിസിൽ മതി. ഇതാ നമ്മുടെ പ്രകൃതിദത്തമായ നീലച്ചോറ് ഇവിടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ടോ നല്ലൊരു വ്ളോഗായിട്ടോ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.